ദാസേട്ടാ മാഡം, ഈ കല്യാണം കഴിയുന്നത് വരെ ഇനി കല്യാണി ഇവിടെ വരാൻ പാടില്ല. ശരി മാഡം. ദാസേ സർ. ഈ കത്തെല്ലാം കൂട്ടിയിട്ട് കത്തിക്കണം. ഇന്ന് തന്നെ ചെയ്യണം. ശരി സർ. ഇനി എന്തോ കാണാനാടി നിൽക്കുന്നേ? ഇറങ്ങി പോടി. നന്ദന. അരവിന്ദ് ഓഫീസിൽ വിളിച്ചപ്പോ അവിടെ ഇല്ലെന്ന് പറഞ്ഞല്ലോ. അരവിന്ദ് ഇത് എവിടെയാ? ഇടയ്ക്ക് ഫോൺ ഓഫ് റേഞ്ച് ആണെന്നും പറഞ്ഞു. ഞാനത് MG റോഡിലുണ്ട്. എന്തുപറ്റി? MG റോഡിലോ? എന്നിട്ട് വലിയ ട്രാഫിക് ഒന്നും കേൾക്കുന്നില്ലല്ലോ. അവിടെ എന്താ സംഭവം? കമോൺ നന്ദന, നീ എന്നെ എങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യണോ? ഞാനിവിടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? MG റോഡിൽ അരവിന്ദിന് ഫ്രണ്ട് ഉള്ളതായിട്ട് എനിക്കറിയില്ലല്ലോ. നിനക്കറിയില്ല? എന്റെ ഒരു കോളേജ് മേറ്റാ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ താജിന്റെ റൂഫ് ടോപ്പിലിരുന്നേ കോഫി ഒനിയും പക്കോടിയും കഴിച്ചോണ്ടിരിക്കുക. നിനക്ക് വേണമെങ്കിൽ പാക്ക് ചെയ്തോണ്ട് വരാം. എന്താ വേണോ? വലിയ കോമഡി ഒന്നും വേണ്ട. അരവിന്ദ് അവിടെ പക്കോട കഴിക്കുമ്പോ തൃച്ചംബരത്ത് ചില ട്രാജഡികൾ നടന്നുകൊണ്ടിരിക്കുക. എന്താടി വീട്ടിൽ കയറാതെ അങ്ങ് സ്തംഭിച്ച് നിന്ന് പോയത്? ഓ, അടുത്ത പ്ലാൻ എങ്ങനെ നടപ്പാക്കണോന്നുള്ള ചിന്തയിലായിരിക്കും. അല്ലെങ്കിലും തൃച്ചംബരത്തുള്ളവരുടെ ഉള്ളില് കനല് വാരിയിടലാണല്ലോ തന്തയുടെയും മോളുടെയും പ്രധാന പണി. മാഡം, ഇങ്ങനൊന്നും പറയരുത്. തൃച്ചംബരത്തെ ചോറാ ഞങ്ങൾ ഉണ്ണുന്നത്. ഒരിക്കലും. അയ്യയ്യോ, എന്തൊരഭിനയം, എന്തൊരഭിനയം! ആത്മാർത്ഥത അങ്ങ് അഭിനയിച്ച് തള്ളുകയല്ലേ തന്തയും മോളും കൂടെ. മിനിറ്റിന് അവള് പോയി അഖിലാണ്ടേശ്വരിയുടെ കാലിൽ നമസ്കരിക്കുന്നു, സത്യസന്ധത പ്രസംഗിക്കുന്നു, സത്യപ്രമാണ വ്രതം എടുക്കുന്നു, വരം ചോദിക്കുന്നു, ചന്ദ്രനുമായിട്ടുള്ള കല്യാണം നടത്തി തരണമെന്ന് പറയുന്നു. നിന്റെ ആത്മാർത്ഥത കണ്ടാലേ രോമാഞ്ചം വന്ന് ശരീരം വറച്ച് ഡെങ്കിപ്പനി വരുമല്ലോടി. കള്ളക്കൂട്ടങ്ങള്. ഡീ, നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം, നന്നായിട്ടറിയാം. അഖിലേച്ചിയെ കാണുമ്പോ എനിക്ക് ചന്ദ്രനെ മതി എന്ന് പറഞ്ഞിട്ട് തൃച്ചംബരത്ത് മോളിൽ താമസിക്കുന്ന സൂര്യനിലാണല്ലോടി നിന്റെ കണ്ണ്.
പെൺകുട്ടിയുടേത് രാജയോഗം പറഞ്ഞിട്ടുള്ള ജാതകമാണ്. തൃച്ചംബരത്തെ മരുമകളാകാൻ ഇവളാണ് ഏറ്റവും യോഗ്യയായ പെൺകുട്ടി. നീ എന്താ എങ്ങനെ അസ്തമിച്ചതുപോലെയാണല്ലോ ഇരിപ്പ്? അതെ, അറിയാതെയാണെങ്കിലും കൃഷ്ണേട്ടന്റെ വായിൽ നിന്നിപ്പോ വീണില്ലേ, അതിന്റെ ഭയമാ ഉള്ളിൽ. ഭൂതഭൂതഭൂതേശ്വരായ യോഗയോഗയോഗേശ്വരായ കാലകാലകാലേശ്വരായ ശിവശിവ സർവേശ്വരായ ശംഭോ മഹാദേവായ. അഖില, ഇളയച്ചൻ, ഇളയച്ച, ഞങ്ങളിപ്പോ പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും ആളെത്തി. 35 വർഷങ്ങൾക്ക് ശേഷം ഈ മുറ്റത്ത് സത്യപ്രമാണ വ്രതം നടന്നുവെന്ന് ഞാൻ അറിഞ്ഞു. ഒപ്പം നാഗങ്ങളുടെ സാന്നിധ്യവും. അതാ ഒന്ന് വന്നിട്ട് പോകാമെന്ന് കരുതിയത്. വരവേറ്റത് പക്ഷേ അഗ്നിയാണ്. ഉടൻ തിരികെ പോകണമെന്നാണ് തോന്നിയത്. തോന്നിയാൽ ചെയ്യലാണെന്നും ശീലം. പക്ഷേ പോകും മുൻപ് തോന്നിയത് പറയാതെ പോകാനുള്ളൊരു ബുദ്ധിമുട്ട്. അതിനു മുൻപ് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇവിടെ ഇതുവരെ നിങ്ങൾ ശ്രീചക്രം സ്ഥാപിച്ചില്ലല്ലേ? മറന്നിട്ടല്ല ഇളയച്ച, ഓരോരോ തടസ്സങ്ങൾ വന്ന് പൂർത്തിയാക്കാനായില്ല. അതുകൊണ്ട് തടസ്സങ്ങൾ ഈ മണ്ണിൽ കാൽ ചവിട്ടുമ്പോൾ തന്നെ അതറിയാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, മറ്റ് ചില തിരിച്ചറിവുകളും. ഇന്ന് തൃച്ചംബരത്ത് പതിക്കുന്ന സൂര്യവെളിച്ചത്തിൽ നാളെ കരിനിഴൽ വീഴാൻ സാധ്യത കാണുന്നു ഞാൻ. കാതുകൂർപ്പിച്ചാൽ കേൾക്കുന്നതൊരു മരണത്തിന്റെ കാലൊച്ചയും. ഉറപ്പിക്കാം, തൃച്ചംബരത്തൊരു അപമൃത്യു സംഭവിക്കാൻ പോവുകയാണ്. ചേച്ചി കരയല്ലേ ചേച്ചി? ഈ കല്യാണ ലെറ്ററില് വല്യുഞ്ഞിന്റെ ഫോട്ടോ എങ്ങനെയാ വന്നെന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ല. നീങ്കുട്ട, ആരെന്നെ സംശയിച്ചാലും കുഴപ്പമില്ലായിരുന്നു. അച്ഛൻ എന്നെ സംശയിക്കുമ്പോഴാ സഹിക്കാൻ പറ്റാത്തത്. അത് പിന്നെ ചേച്ചി, തെറ്റുകാരൻ ഞാനാ. ഞാൻ കാരണം ഇങ്ങനെ സംഭവിച്ചേ. നീ കാരണോ? എന്തൊക്കെയാ നീ പറയണേ? സത്യ ചേച്ചി, വല്യുഞ്ഞിന്റെ ഫോട്ടോ ആ കവറിൽ വെച്ചത് ഞാനാ. കവറിൽ ഫോട്ടോ വെച്ചത് നീയാണെന്നോ? എങ്ങനെ? ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നപ്പോ ഈ ടീപ്പോയുടെ മുകളിൽ വല്യുഞ്ഞിന്റെ ഫോട്ടോ കിടക്കുന്ന കണ്ടു. ചേച്ചി അറിയാതെ വെച്ചിട്ട് പോയതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതെടുത്ത് നോക്കിയപ്പോഴാ അച്ഛൻ വന്നത്. ഞാൻ ആകെ ടെൻഷനിലായി പോയി.
തൃച്ചംബരത്തൊരു അപമൃത്യു സംഭവിക്കാൻ പോവുകയാണ്. ആ കൃഷ്ണേട്ടാ, ആനന്ദ് ഇവിടെയുണ്ട്, നമ്മുടെ കൺമുന്നിൽ. പക്ഷെ അരവിന്ദ് ഓഫീസിലാ. ഉടൻ അവനെ ഇങ്ങ് വിളിച്ചു വരുത്തണം. കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ 2 മക്കളും ഇവിടെ ഇരുന്നാ മതി. പുറത്തെങ്ങും പോണ്ട. കമ്പനി കാര്യങ്ങൾ നോക്കാൻ സെക്രട്ടറിമാരുണ്ടല്ലോ. അല്പം സ്വല്പം നഷ്ടം വന്നാലും നമുക്കങ്ങ് സഹിക്കാവുന്നതേ ഉള്ളൂ. എന്തൊക്കെയാ ആഗ്രഹം നീ പറയുന്നത്? ആനന്ദും അരവിന്ദ് നഴ്സറി കുട്ടികളല്ല വീട്ടിനകത്ത് പൂട്ടിയിടാൻ. അവർക്ക് അവരുടേതായ ഡെയിലി ബിസിനസ്സുകളുണ്ട്. നമ്മൾ എന്തിനാ വെറുതെ അവരെ അപ്സെറ്റ് ആക്കുന്നത്? വെറുതെ അല്ല കൃഷ്ണേട്ടാ, ഐ ആം ഡാം സീരിയസ്. ഇളയച്ചൻ പറഞ്ഞതൊക്കെ ആലോചിക്കുമ്പോ ഉള്ളിലൊരു ഭയം. ആർക്കോ എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സ് പറയുന്നു. ഐ ആം ടോട്ടലി ഡിസ്റ്റർബ്ഡ്. കമോൺ അഖില, നിന്റെ തോന്നലുകൾക്കൊത്താണ് നിന്റെ മനസ്സിന്റെ ചലനമെങ്കിൽ നീ ചിന്തിക്കുന്നത് മാത്രമാണ് ശരിയെന്ന് തോന്നൽ വരും. പക്ഷെ അതാവണം യാഥാർത്ഥ്യമൊന്നില്ല. നീ കേട്ടിട്ടില്ലേ, വഴിതെറ്റിപ്പോയ മനസ്സ് ഒരു ശത്രുവിനേക്കാൾ അപകടകാരിയാണെന്ന്? ചേച്ചി, ചേച്ചി. ആഹാ, ചേച്ചിയും ചേട്ടനും എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? അതെ, ഉടനെ എന്തെങ്കിലും ചെയ്യണ്ടേ നമുക്ക്? ഇന്ന് തൃച്ചംബരത്ത് പതിക്കുന്ന സൂര്യവെളിച്ചത്തിൽ നാളെ കരിനിഴൽ വീഴാൻ സാധ്യത കാണുന്നു ഞാൻ. കാതുകൂർപ്പിച്ചാൽ കേൾക്കുന്നതൊരു മരണത്തിന്റെ കാലൊച്ചയും. ഉറപ്പിക്കാം, തൃച്ചംബരത്തൊരു അപമൃത്യു സംഭവിക്കാൻ പോവുകയാണ്. കന്യകയുണ്ടെങ്കിൽ അവളുടെ മേൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. നീ ഇതെങ്ങോട്ടാ? അല്പസമാധാനം കിട്ടാൻ പുറത്തേക്ക് ഇറങ്ങുന്നതാ. ഇപ്പൊ എവിടെയും പോണ്ട. ഉള്ള സമാധാനം അനുഭവിച്ച് വീട്ടിൽ തന്നെ ഇരുന്നാ മതി. അച്ഛൻ പേടിക്കണ്ട, ഞാൻ ആത്മഹത്യക്ക് ഒരുങ്ങി ഇറങ്ങിയതൊന്നുമല്ല. അല്ലെങ്കിലും അതിനുള്ള അവകാശം പണ്ടേ പണയം വെച്ച് പോയതല്ലേ. ഞാനിപ്പോ പോകുന്നത് അമ്പലത്തിലേക്കാണ്. അമ്പലത്തിലേക്കാണെങ്കിലും പള്ളിയിലേക്കാണെങ്കിലും ഇപ്പൊ ഒറ്റയ്ക്ക് പോണ്ടെന്ന് പറഞ്ഞില്ലേ? അകത്ത് പോവാൻ. ഗുഡ് മോർണിംഗ് എവരിബഡി. പ്ലീസ് സിറ്റ് ഡൗൺ. ചന്ദ്രപ്രതാപ് ഇവിടെ വരാൻ പറയൂ. പോയി വിളിച്ചിട്ട് വാ. ശരി ആന്റി. എല്ലാവരും ജ്യൂസ് കുടിക്കും. ചേച്ചി, മോതിരം. ഇവിടെ വന്നിക്കൂ. കല്യാണി വാ. വിലാസിനി, മോതിരം എവിടെ? ചേച്ചി, അത് ബോക്സിൽ ഉണ്ടായിരുന്നതാ. ചേച്ചി കാണിച്ചിട്ടല്ലേ ഞാനത് ബോക്സിൽ വെച്ചത്. ബോക്സിൽ വെച്ചിരുന്നെങ്കിൽ പിന്നെ ആ മോതിരം എന്താ പറന്നു പോകും? അയ്യോ, ജയന്തി, നീ കണ്ടോ മോതിരം? ഇല്ല ആന്റി, ഞാനത് കണ്ടതേ ഇല്ല. എന്താ ആന്റി ഇത്? ആന്റി വന്നേ. വാ ആന്റി. മതി, നീ എന്നെ എവിടെ കൊണ്ടുപോകുന്നേ? എന്താ കാര്യം ഒന്ന് പറ. അതല്ല ഞാൻ പറയാം. അകത്തെല്ലാം പത്രക്കാരല്ലേ,
അവര് കേൾക്കണ്ടെന്ന് വിചാരിച്ച ആന്റിജിയെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ശരി ശരി, ചോദിക്കേ. നിനക്കിപ്പോ എന്താ അറിയണ്ടേ? ആന്റി, എനിക്ക് ചോദിക്കാനുള്ള ഒന്നേ ഉള്ളൂ. ആ മോതിരം എങ്ങനെ കാണാതെ പോയെ? ആന്റിജി അറിയാതെ അത് സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സത്യം പറ, എന്ത് നാടകം ഇവിടെ നടക്കുന്നേ? അത് കൊള്ളാം. മോതിരം കാണാതെ പോയതിൽ നിനക്ക് എന്നെയാണല്ലേ സംശയം? തീർച്ചയായും. കല്യാണിയുടെ കല്യാണം മുടക്കാൻ വേണ്ടി ആന്റിജി പലതവണ ശ്രമിച്ചതാണ്. അതുകൊണ്ട് മാത്രം എനിക്ക് ആന്റിജിയെ സംശയം. അത് മാത്രമല്ല, ഈ മോതിരം കാണാതെ പോയതിന്റെ പിന്നിലും എന്തോ ചതി നടന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി ശരി, നിനക്ക് എന്ത് വേണമെങ്കിലും വിശ്വസിക്കാം, വിചാരിക്കാം. എനിക്കതൊരു പ്രശ്നമേ അല്ല. പക്ഷെ ഒന്നും മറക്കരുത്, നിന്റെ ഈ കല്യാണം ഉറപ്പിച്ചത് ഇപ്പൊ പെട്ടെന്നൊരു മോതിരമാറ്റം നടത്തണമെന്ന് ചേച്ചിയോട് പറഞ്ഞത് ഈ ഞാനാ. ഇപ്പൊ നീ സംശയ കണ്ണാടി വെച്ച് നോക്കുന്ന ഈ ഞാൻ. അതൊന്നും ഞാൻ മറക്കുന്നില്ല. പക്ഷെ പിന്നീട് ആന്റിയുടെ താല്പര്യങ്ങൾ മാറിയോന്ന് എനിക്കൊരു സംശയം. ആ ഡയറിയുടെ പ്രശ്നത്തിലെ ഞാൻ ആന്റിയോട് പറഞ്ഞതാ, എന്റെയും കല്യാണിയുടെയും കല്യാണം കഴിയുന്നവരെ കല്യാണി ഉപദ്രവിക്കരുതെന്ന്. എന്നിട്ട് ആന്റിജി കേട്ടോ? ഇല്ലല്ലോ. കല്യാണിയെ കൊല്ലാൻ പാലിൽ വിഷം കലർത്തി കൊടുത്തവരെ ആന്റിയല്ലേ? അങ്ങനെയുള്ള ആന്റിയെ ഞാൻ എങ്ങനെ സംശയിക്കാതിരിക്കും? നീ എന്താ അടുക്കളയിൽ ചെയ്യുന്നേ? ചോദിച്ചത് കേട്ടില്ലേ? നീ എന്താ അടുക്കളയിൽ ചെയ്യുന്നേന്ന്? അത് മാഡത്തിന് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഏത് മാഡം? ചേച്ചി നിന്നോട് ചായ ചോദിച്ചോ? ഞാൻ കേട്ടില്ലല്ലോ. മാഡം ചായ വേണമെന്ന് പറഞ്ഞിട്ടാ മുറിയിലേക്ക് പോയത്. ചേച്ചി ചായ വേണോന്ന് പറഞ്ഞത് ഞാനും കേട്ടു. അല്ലാതെ കല്യാണി എനിക്കൊരു ചായ വേണോന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. എന്താടി, നിന്റെ നാവിറങ്ങിപ്പോയോ? നിന്റെ ഈ അയ്യോ പാവം കളിയൊക്കെ എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോടി നീ? അയ്യോ, അവളുടെ ഒരു നിൽപ്പും ഭാവവും കണ്ടില്ലേ? പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പഞ്ചപാവം. അതെ, നിന്റെ അഭിനയൊക്കെ അങ്ങ് അഖിലാണ്ടേശ്വരിയോട് കാണിച്ചാ മതി. ഇതാള് വേറെയാ. ചന്ദ്രന് നീയുമായിട്ടുള്ള മോതിരം മാറ്റലിന്റെ എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിട്ടും ആ മോതിരം കാണാതെ പോയപ്പോ ഞങ്ങൾ എല്ലാവരും അവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ നീ ഒരു ഭാവ വ്യത്യാസം ഇല്ലാതെ ഇവിടെ നിന്ന് ചായ ഉണ്ടാക്കുന്നു അല്ലേടി? ആഹാ, നിന്നെ ഞാൻ മാഡം മതി. എന്തിനാ എന്നെ ഒരു കാരണമില്ലാതെ ഇങ്ങനെ ഉപദ്രവിക്കണേ? കാരണമുണ്ട്. ആ മോതിരം കാണാതെ പോയതിൽ എനിക്ക് നിന്നെയാണ് സംശയം. മര്യാദയ്ക്ക് പറഞ്ഞോ, നീ ആ മോതിരം എവിടെയാ ഒളിപ്പിച്ചു വെച്ചത്? പറയടി. എടി പറയാൻ. അറിയില്ല. പറയാനല്ലേ പറഞ്ഞത്? അറിയില്ല. പറയാൻ. ആനന്ദേട്ടാ, ആനന്ദേട്ടാ, നീ എന്തിനെ കിതക്കുന്നേ? അവിടെ വിലാസിനെ കല്യാണിയെ വെറുതെ അടിക്കുവാ. അയ്യോ, വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടും ആന്റി കേൾക്കുന്നില്ല. എന്തിനാ അവർ കല്യാണി ഉപദ്രവിക്കുന്നത്? എന്ത് കാര്യത്തിന്? പത്രക്കാരുടെ മുമ്പിൽ എക്സ്ചേഞ്ച് ചെയ്യേണ്ട മോതിരം കല്യാണി എടുത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാ കല്യാണി അടിക്കുന്നത്. കല്യാണി പാവാ, ഒന്നും അറിഞ്ഞ കാര്യമല്ല. ശരി, നീ വെക്കോ, ഞാൻ വരുന്നുണ്ട്. ഇളയമൊന്ന് നിൽക്കണം. ഇളയമ എന്തുദ്ദേശിച്ച ഓരോന്ന് കാണിക്കുന്നത്? കല്യാണിയെ എന്ത് ചെയ്താലും ചോദിക്കാൻ ആള് വരില്ലെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി. ഞാൻ വരും ചോദിക്കാൻ.
ഗുഡ് ഈവനിങ്. കൊള്ളാം. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിക്ക് ഒട്ടും ചേർന്നതല്ലല്ലോ ഈ ഇരിപ്പ്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് എന്താ കൊമ്പൊന്നുമില്ലല്ലോ. അടി തെറ്റിയാൽ ആനയും വീഴുന്ന ചൊല്ല്. ഈ അഖില ഇപ്പോ ആടിയുലഞ്ഞ അവസ്ഥയില്ല. വീണ് പരിക്കേൽക്കണ്ടെന്ന് കരുതിയിട്ടാ പടിക്കെട്ടി തന്നെ ഇരുന്ന്. അഖിലേ, എന്താ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദേ, ഞാൻ എപ്പോഴും പറയാറുള്ളതാ, എനിക്ക് എന്റെ ഭാര്യയുടെ ചിരിക്കുന്ന മുഖം കാണാനാണ് ഇഷ്ടമെന്ന്. Come on, cheer up. ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല, പ്ലീസ്. അതല്ല കൃഷ്ണേട്ടാ, ഇളയച്ചൻ പറഞ്ഞതൊക്കെ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് എനിക്കൊരു പേടി തോന്നുന്നു. കൃഷ്ണേട്ടൻ കണ്ടതല്ലേ ആ മോതിരം മാറ്റലിന് മുന്നേ മോതിരം കാണാതെ പോയതും കല്യാണ ലെറ്ററിൽ ഫോട്ടോ മാറിപ്പോയതും ഒക്കെ. ഇതൊക്കെ യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതായിട്ടാണോ കൃഷ്ണേട്ടന് തോന്നുന്നത്? എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എനിക്കറിയില്ല എന്ന്. നോക്കല്ലേ, വിധി അലംഘനീയമാണെന്നല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതതിന്റെ പ്ലേ നടത്തിയിട്ട് പൊക്കോട്ടെ എന്നാണ് എന്റെ പക്ഷം. നമ്മൾ നാളെ പാല് വരുന്ന പശുവിനെ ഇന്നേ കറന്നു നോക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവവിശ്വാസിയായ നിനക്ക് പ്രാർത്ഥിക്കുക എന്ന കടമ മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. അതുകൊണ്ട് നിന്റെ ഈ നടയിലിരുന്നുള്ള തപസ് മതിയാക്കി പൂജാമുറിയിലേക്ക് ചെല്ല്. കുറച്ചു നേരം ദേവീ സഹസ്രനാമം ചൊല്ലി അങ്ങിരിക്കും. കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടങ്ങ് തീർന്നോളൂ. വിധിയുടെ മുന്നിൽ നമ്മൾ മനുഷ്യർക്ക് അത്രയേ ചെയ്യാൻ കഴിയൂ, അത്രമാത്രം. എനിക്ക് തോന്നുന്നത് നിനക്കിപ്പോ ആവശ്യം അല്പനേരത്തെ ഏകാന്തതയാണെന്ന്. ബെറ്റർ യു സിറ്റ് ഹിയർ അലോൺ. ഉറക്കം വരുമ്പോ അങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. ക്ഷമിക്കണം. ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഞാൻ ഇനി ഈ വീട്ടിലില്ല. തൃച്ചംബരം വിടുക കല്യാണി. ഇവിടെ ഒരു നിരപ്പോടാ. ഇനി ഇവിടെ നിന്നാ ശ്വാസം മുട്ടും. പോവുക, സമാധാനം കിട്ടുന്ന എങ്ങോട്ടെങ്കിലും. ഒന്നും എടുക്കുന്നില്ല ഞാൻ. വെറും കൈയോടെ പോണേ. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും അമ്മയുടെ ഒരു കൈത്തണൽ എന്റെ ഈ തലയ്ക്ക് മുകളിൽ ഉണ്ടാവണം. ചെയ്യുന്നത് തെറ്റാണെങ്കിൽ മാപ്പ്.
തിരുമേനി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ പൂവിട്ട് നോക്കിയത് ഫലം കാണാത്തതിൽ വിഷമിച്ച് വീട്ടിലേക്ക് തന്നെ മടങ്ങിയതായിരിക്കും. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഈശ്വര, ഇത് കല്യാണിയുടെ വളകളാണല്ലോ. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇനി കല്യാണിക്ക് വല്ല ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവോ? ഈശ്വര. ബ്രോ, എന്തു പറ്റി ബ്രോ? കല്യാണി കണ്ടോ? എന്തു പറ്റി വെച്ചു? കല്യാണി കണ്ടോന്ന് ചോദിച്ചിട്ട് മിണ്ടാതെ പൊട്ടി വളർത്തുണ്ട് നോക്കി നിൽക്കുന്നു. കാര്യം പറ, കല്യാണി കണ്ടോ നീ? അല്ല, ഇത് കല്യാണിയുടെ കൈ കിടന്ന വളകളാണല്ലോ. നിങ്ങൾ തമ്മിൽ വല്ല തർക്കം ഉണ്ടായോ? കൈ കയറി പിടിച്ചപ്പോൾ പൊട്ടിയതാണോ ഈ വളകള്? ഏയ്, അങ്ങനെയൊന്നുമല്ല. ഞാനതിന് കല്യാണിയെ കണ്ടില്ല. പിന്നല്ലേ തർക്കിക്കാനും വഴക്കിടാനും. അപ്പൊ കല്യാണി കണ്ടില്ലേ? ഇല്ല, കണ്ടില്ല. പക്ഷെ അവളിവിടെ വന്നിരുന്നു, വട്ടത്തിൽ പൂട്ട് നോക്കാൻ. അതിന് ഫലം കാണാത്തതുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. ഇതെല്ലാം ഇവിടുത്തെ തിരുമേനിയെ പറഞ്ഞത്. അത് ശരി. അപ്പൊ ഈ വളകൾ എങ്ങനെ പൊട്ടിയത്? അത് മനസ്സിലായില്ലല്ലോ. അതിന് ഇത് കല്യാണിയുടെ വളകളാണോന്ന് ആദ്യം കൺഫേം ചെയ്യും. അത് കഴിഞ്ഞിട്ട് പോരെ അന്വേഷണം. കൺഫേം ചെയ്യാനൊന്നുമില്ല. ഇത് കല്യാണിയുടെ വളകൾ തന്നെയാ. ഒരിക്കൽ ഞാനേ ഇത് അവൾക്ക് വാങ്ങിക്കൊടുത്തതാ. ഇതിവിടെ പൊട്ടിക്കിടക്കുന്നത് കണ്ടപ്പോ ആകെ ഡെസ്പായി ഞാൻ. ഹേയ്, വള പൊട്ടിയതിലൊന്നും ഒരു കാര്യമില്ല. കുപ്പിവളകളല്ലേ. കൈയൊന്ന് വീശി നടന്നാ എവിടെങ്കിലും തട്ടിയാ മതി പൊട്ടാൻ. ഏയ്, അതെ അതെ, ആ വിഷയം കൂടി വിട്. കല്യാണി ഇപ്പൊ ഇവിടുന്ന് പോയ സ്ഥിതിക്ക് ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ടാവും. വാ, നമുക്ക് ഔട്ട് ഹൗസിൽ പോയി നോക്കാം. എന്ത് പറ്റി ബ്രോ? ആരാ ഫോണില്? ദാസേട്ടന്. ഏയ്, അറ്റൻഡ് ചെയ്യേ. ഹലോ ഹലോ, വലിയ കുഞ്ഞേ. നിങ്ങളുടെ മോളി കാണിക്കുന്നത് ശുദ്ധ തെമ്മാടിത്ത. ഞാൻ മുംബൈയിൽ നിന്ന് വിളിച്ചു വരുത്തിയ അനന്തരവനുമായിട്ട് കല്യാണത്തിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എന്നിട്ടും അഴിച്ചു വിട്ടിരിക്കുകയാണോ നിങ്ങൾ അവളെ? ഇനി കല്യാണത്തിന് വരുന്നവരോട് ഞാൻ എന്ത് പറയും? വിലാസിനി, ദാസേട്ടൻ കല്യാണിയെ കാണാതിരിക്കുന്ന വിഷമത്തിൽ നിൽക്കുമ്പോ കുറ്റപ്പെടുത്തുകയാണോ നീ? കുറ്റപ്പെടുത്തുന്നതല്ല ചേച്ചി. കല്യാണിയെ ഈ സമയത്ത് കാണാതായതിന്റെ പിന്നിൽ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ പ്ലാനിംഗ് ഉണ്ടെന്നായി എനിക്ക് തോന്നുന്നത്. പ്ലാനിംഗ്? എന്ത് പ്ലാനിംഗ്? പറയാം. കല്യാണിയുടെയും ചന്ദ്രന്റെയും കല്യാണം നടക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആരോ കല്യാണിയെ പ്ലാൻ ചെയ്ത് തട്ടിക്കൊണ്ടുപോയെന്നായി എനിക്ക് തോന്നുന്നത്. തട്ടിക്കൊണ്ടുപോയെന്നാ ആടെ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? നോക്ക് വിലാസിനി, ഒന്നാമത് ദാസ് കല്യാണിയെ കാണാത്തതിന്റെ വിഷമത്തിലിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നിന്റെ നശിച്ച വർത്തമാനം കൂടെ ആവുമ്പോ നീ വെറുതെ മനുഷ്യനെ വെറുപ്പിക്കരുത്. വെറുപ്പിക്കലല്ല ചേട്ടാ. എന്റെ മോനെ കുറിച്ച് നിന്റെ പുഴുത്ത നാവെടുത്ത് പ്രയോഗിച്ചാ വെട്ടിയെറിഞ്ഞ അടുപ്പിൽ വെക്കും ഞാൻ. ചേച്ചി, ഞാൻ പറയുന്നത് shut up.
പണ്ടിതുപോലെ ആനന്ദിന് കല്യാണിയോട് പ്രേമമാണെന്ന് പറഞ്ഞുണ്ടാക്കി നീ. ഇന്നിപ്പോ ആനന്ദ് കല്യാണിയെ തട്ടിക്കൊണ്ടുപോയെന്ന് ഒരു ഉളുപ്പുമില്ലാതെ കള്ളം പറയുന്നു. ഛേ! ഇത്ര വിവരം കെട്ടവളായി പോയല്ലോ നീ. ചന്ദ്രപ്രതാപുമായിട്ടുള്ള കല്യാണം ഒരു തടസ്സവും വരാതെ നടത്തിക്കൊടുക്കാന്ന് ഞാൻ കല്യാണിക്ക് വരം കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്ത വരം നടത്തിത്തരാനേ എന്റെ മോൻ ശ്രമിക്കൂ. അല്ലാതെ ഞാൻ കൊടുത്ത വരം തടസ്സപ്പെടുത്താൻ എന്റെ മോൻ ചിന്തിക്ക പോലുമില്ല. ഞാൻ തെളിയിച്ചു തരാത്. കല്യാണിയെ കാണാനില്ലെന്ന് അമ്മ അറിഞ്ഞു കാണും. ഹലോ അമ്മേ. ആനന്ദ്, നീ കല്യാണി അന്വേഷിച്ചു പോയിട്ട് കണ്ടോ? അവളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇതുവരെ ഒരു വിവരം കിട്ടിയില്ലമ്മേ. ഇപ്പോഴും അന്വേഷിക്കുക. എന്നാൽ അന്വേഷണമൊക്കെ ഇനി പിന്നീട് മതി. നീ പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങി വരണം. കല്യാണിയെ കാണാനില്ല. അന്ന് ഇളയച്ചൻ പറഞ്ഞതുമായി കൂട്ടി വായിക്കുമ്പോ ഭയം തോന്നുക എനിക്ക്. അഖിലേ പ്ലീസ്, കൂട്ടി വായിക്കാവുന്നതേ കൂട്ടി വായിക്കാൻ ശ്രമിക്കാവൂ. അല്ലെങ്കിൽ അത് അർത്ഥമില്ലാത്ത വെറും വാക്കുകളായി പോകും. ഈ കാര്യത്തിലും അതെ. ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് നീ മനസ്സിന് സ്വയം ബോധ്യപ്പെടുത്തിയാൽ മതി. ഭയമൊക്കെ അങ്ങ് പമ്പ് കിടക്കും. അത്രയേ ഉള്ളൂ. ശരി ശരി. ഏതായാലും എത്രയും വേഗം നമുക്കിവിടെ ശ്രീചക്ര പൂജ നടത്തണം. ഇളയച്ചനെ കൊണ്ട് വേണം കർമ്മം ചെയ്യിക്കാൻ. അഖിലെ, അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇളയച്ചൻ വന്നാലും ഇല്ലെങ്കിലും ഈ മാസം അവസാനത്തോടുകൂടി അത് നടക്കും. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് കല്യാണിയെ തിരക്കി ഇറങ്ങി ആനന്ദിനെ നീ തിരികെ വിളിക്കരുതായിരുന്നു എന്നാ. അത് ആ വിലാസിനി പറഞ്ഞത് കൃഷ്ണേട്ട കേട്ടില്ലേ? ആനന്ദാണത്രേ കല്യാണിയെ തട്ടിക്കൊണ്ടുപോയതെന്ന്. എനിക്കതല്ലെന്ന് തെളിയിക്കണം. അതിന് ആനന്ദ് ഇവിടെ വന്നേ പറ്റൂ. എനിക്ക് മനസ്സിലായി. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത്രയും നാളെ കല്യാണിയുടെ മേത്തായിരുന്നു കുതിരകയറ്റം. ഇപ്പൊ ബ്രോയുടെ മേത്തായല്ലേ? കൊള്ളാം, ബെസ്റ്റ്. അമ്മേ, ഈ നിൽക്കുന്ന ബ്രോ അല്ല കല്യാണി കാണാതെ അവളുടെ കാരണക്കാരൻ. അതാരാണെന്ന് ഞാൻ പറയാം. ഈ ഇളയമേ, ഈ ഇളയമ ഒരു ഒറ്റൊരുത്തി കാരനാ കല്യാണി വീട് വിട്ട് പോയത്. മോനെ, എന്തു പ്രശ്നം വന്നാലും ചന്ദ്രപ്രതാപിന്റെയും കല്യാണിയുടെയും കല്യാണം നടത്തി കൊടുക്കണമെന്ന് കല്യാണി എന്റെ കയ്യിൽ നിന്ന് വരം വാങ്ങിയതാ. ഞാൻ ആ വാക്ക് കൊടുക്കുകയും ചെയ്തു. തൃച്ചംബരം കുടുംബക്കാര് കൊടുത്ത വാക്ക് പാലിക്കുന്നവരാ. അതുകൊണ്ട് തന്നെ നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് കല്യാണി ഇവിടെ ഈ ഹാളിലെത്തിയിരിക്കണം. വിലാസിനി നിന്നിൽ ആരോപിക്കുന്ന കളങ്കം എനിക്ക് തിരുത്തിയേ പറ്റൂ. അതിന് സാധിച്ചില്ലെങ്കിൽ പിന്നെ ഈ അമ്മയെ നിങ്ങൾക്ക് മറക്കാം. വാക്ക് പാലിക്കാത്ത അഖിലാണ്ടേശ്വരി പിന്നെ ഈ തൃച്ചംബരത്തുണ്ടാവില്ല. വാക്കാണിത്. അറിയാമേ, അമ്മയുടെ വാക്ക് നിറവേറിയിരിക്കും. ഒന്ന് ഓർത്തു നോക്ക്. ഇല്ല സാറേ, കണ്ടിട്ടില്ല. കണ്ടിട്ടേ ഇല്ലേ? ഇല്ല, കണ്ടില്ല. എന്തിനാണ് ഓടിയത്? അത് എനിക്കൊന്നും അറിയില്ല സാർ. ഞാനൊന്നും കണ്ടില്ല. എന്ത് കണ്ടില്ലെന്ന്? അതിന് ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. സത്യം പറഞ്ഞോ? നിന്റെ കയ്യിൽ 500-ന്റെ കുറെ നോട്ടുകൾ ഇരിക്കുന്ന കണ്ടല്ലോ. നീ അത് എവിടെ നിന്ന് മോഷ്ടിച്ചതാ? സത്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ പോലീസിനെ വിളിക്കും ഞാൻ. സാറേ പോലീസിനെ വിളിക്കല്ലേ സാറേ. ഞാനിത് മോഷ്ടിച്ചല്ല. ചിലര് വെറുതെ തന്നതാ. വെറുതെ തരാനോ? എന്തിനാ? ഞാൻ കാണിച്ചെന്ന പെൺകുട്ടി അറിയാന്നുണ്ടല്ലേ നീ ഓടിയത്? സത്യം പറഞ്ഞില്ലെങ്കിൽ കൊല്ലുന്നില്ല ഞാൻ. പറയടാ. അയ്യോ, ആനന്ദേ, കല്യാണിയെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? എവിടെയാ നീ ഇപ്പോ?
ഞാൻ അമ്പലത്തിലെ അമ്മ. വീണ്ടും ഇവിടെ തന്നെ വന്നു കല്യാണി ഉണ്ടോന്നറിയാൻ. എന്നിട്ട് കല്യാണി കണ്ടോ? ചത്തില്ലേ അവള്? കല്യാണിയെ കണ്ടില്ല, പക്ഷേ എന്തൊക്കെയാ ഇവിടെ നടന്നേന്ന് മനസ്സിലായി. കല്യാണിയെ കാണാതായത് ഇവിടെ നിന്നാണ് അമ്മേ. ആണോ? പറ ആനന്ദേ, എന്താ അവിടെ നടന്നത്? ഇതോടെ പോയി തൊലയൂന്ന് വിചാരിച്ചിട്ട് നാശം. തിരിച്ചു വന്ന് കാണും. ഇപ്പൊ കാമുകനും കാമുകയും കൂടെ തോളി കൈയിട്ടോണ്ട് വരുന്ന കാണാം. നടന്നത് ചുരുക്കി പറഞ്ഞ ഒരു കാര്യം അമ്മയെ സംഭവിച്ചിരിക്കുന്നത്. കല്യാണി ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുക ഇപ്പോ. കല്യാണിയെ ഒരാൾ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ അവളായിരിക്കുമെന്ന് തീർച്ചയല്ലേ? പ്രിയങ്ക വർമ്മ. നിനക്ക് ഓർമ്മയില്ലേ, കല്യാണിയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തവളാ പ്രിയങ്ക. ഈ പ്രിയങ്ക വർമ്മയുടെ കഴുത്തിൽ ഒരാൾ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഈ ആനന്ദ് തന്നെയായിരിക്കും. അതിനു വേണ്ടി വന്ന എന്റെ ജീവൻ കളയാൻ വരെ ഞാൻ മടിക്കില്ല. ജീവൻ എടുക്കാനും. അവള് ജയിലിൽ പോകേണ്ടി വന്നതിന്റെ പ്രതികാരമാവണം ഇപ്പോഴീ ചെയ്തിരിക്കുന്നത്. മോളെ പ്രിയങ്കേ, നീ പൊളിച്ചെടി മോളെ. ഇനി ആ അടുക്കളക്കാരിയുടെ ശവമേ ഇവിടെ തിരികെ കിട്ടാവൂ. അല്ല, നീ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. നീ ആരാ മുതല്? അതെ അമ്മ, ഉറപ്പായിട്ടും ഇതിന്റെ പിന്നിൽ പ്രിയങ്ക തന്നെയാ. ഞാൻ ഇപ്പൊ തന്നെ പ്രിയങ്കയുടെ വീട്ടിലേക്ക് പോവാ. കല്യാണിയും കൊണ്ട് തൃച്ചംബരത്തേക്ക് മടങ്ങി വരും. വെരി ഗുഡ്. നീ പെട്ടെന്ന് പോവാൻ നോക്ക്. ആ പ്രിയങ്കയ്ക്ക് തൃച്ചംബരത്തുകാരാരാണെന്നും ഏത് ലെവലാണെന്നും നീ മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം കല്യാണിയും കൊണ്ട് മടങ്ങി വരാൻ. ശരിയമ്മേ. നടന്നത് തന്നെ. അവൻ അവിടെ എത്തും മുമ്പ് കല്യാണി അവിടുന്ന് മാറ്റാനുള്ള നിർദ്ദേശം ഞാൻ കൊടുത്തോളാം. അല്ല, മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക, നീ എന്താ കരുതിയത് എന്നെ പറ്റി? എന്റെ വിവാഹ സമയത്ത് ആ ജയനെ ഇറക്കി കളിച്ച അഖിലാണ്ടേശ്വരിയുടെ പ്രീതി പിടിച്ചു പറ്റിയതും നിന്റെ ബ്രാൻഡ് അംബാസിഡർ സ്ഥാനം എന്റെ കയ്യിലേക്ക് വന്നപ്പോ മണിക്കൂറുകൾക്കുള്ളിൽ അത് തിരിച്ചു പിടിച്ചതൊക്കെ ഞാനങ്ങ് മറക്കൂന്നാണോ? എന്നാലേ എല്ലാം അങ്ങ് നിന്ന നിപ്പിൽ മറന്നു പോവാൻ ഈ പ്രിയങ്ക വർമ്മ അരണയുടെ പുനർജന്മൊന്നും അല്ല, അടിയേറ്റ വിഷസർപ്പത്തിന്റെ പുനർജന്മ. തൃച്ചംബരത്തുള്ളവരോട് നാഗമട തില്ലത്തുകാർക്കുള്ള പക തീർക്കാൻ പിറവിയെടുത്ത ജന്മം. അതിനുള്ള എന്റെ ഓരോ ലക്ഷ്യവും ബുദ്ധിപൂർവം തകർത്തെറിഞ്ഞ നിന്നോട് ഇനി മരണത്തിനപ്പുറമായിട്ട് ഒരു മധുര പ്രതികാരം ചെയ്യാനില്ല എനിക്ക്. ഇന്നിപ്പോ ഇരുട്ടാറായി. ഈ രാവ് കഴിഞ്ഞ് നാളെ പ്രഭാതം ആവുമ്പോ തൃച്ചംബരം കേട്ടുണരുന്നത് നിന്റെ മരണവാർത്തയായിരിക്കും. സോറി, നീ സ്വയം മരിച്ച വാർത്തയല്ല, നിന്നെ കൊന്നു കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്ന വാർത്ത. ഈ ഞാൻ. പിന്നെ നിനക്ക് സന്തോഷിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം. നീ ഇവിടെ ഉണ്ടെന്ന് കരുതി വരുന്നുണ്ട് നിന്റെ കാമുകൻ, സാക്ഷാൽ തൃച്ചംബരത്തെ ആനന്ദ് കൃഷ്ണൻ. പക്ഷേ അവൻ ഇവിടെയല്ല, ഈ ഭൂലോകം മുഴുവൻ തിരഞ്ഞാലും നിന്നെ കണ്ടെത്തില്ല. കണ്ടില്ല, ആ ഭാഗത്തേക്ക് പോയി. കൂടുതൽ ബഹളം ഉണ്ടാക്കിയാ നിന്നെ ഇവിടെ വെച്ച് തീർക്കും ഞങ്ങള്. പെട്ടെന്ന് വണ്ടി എടുക്കണം. പെട്ടെന്ന് വണ്ടി എടുക്കണം. അവൻ ഇറങ്ങി വരുന്നതിന് മുമ്പ് പോണം. ഞാനിപ്പോ വന്നത് നിന്റെ ഗീർവാണം കേൾക്കാനല്ല, ഒരു കാര്യം അറിയാനാ. നീ കല്യാണി എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? അയ്യേ, കല്യാണി ഒളിപ്പിക്കാനോ? എന്തൊക്കെ ആനന്ദ ഈ പറയുന്നേ? തൃച്ചംബരത്ത് അടുക്കളക്കാരിയെ എന്റെ വീട്ടിൽ അന്വേഷിക്കേണ്ട കാര്യം എന്താ? ദിസ് ഈസ് റെഡിക്കുലസ്. സ്റ്റോപ്പ് ഇറ്റ്. നീ വെറുതെ അയ്യോ പാവം കളിക്കണമെന്നില്ല. പല പ്രാവശ്യം കല്യാണിയുടെ വിഷയത്തിൽ ഞാൻ നിനക്ക് വാർണിംഗ് തന്നിട്ടുള്ളതാ. വൺ ലാസ്റ്റ് ടൈം. ഇപ്പൊ സൗഹൃദത്തിന്റെ ഭാഷയിൽ പറയുക, കല്യാണിയെ തിരിച്ചു തന്നേക്ക് പ്ലീസ്. നീ ആളിനെ വെച്ച് അവളെ കടത്തിയതാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടായി ചോദിക്കുന്നത്. യു ആർ ടോട്ടലി മിസ്റ്റേക്കൺ മിസ്റ്റർ ആനന്ദ് കൃഷ്ണൻ. അങ്ങനെ ആളിനെ വെച്ച് കടത്തിക്കൊണ്ട് പോകണമെങ്കിലേ ഞാൻ കടത്തേണ്ടത് നിന്നെയാണ്. ബിക്കോസ് എനിക്ക് വേണ്ടത് ആനന്ദിനെയാണ്, അല്ലാതെ ആ വൃത്തികെട്ട അടുക്കളക്കാരിയല്ല. സി പ്രിയങ്ക, എന്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. അത് നീ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കല്യാണി നീ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് അറിയണം. പറ, കല്യാണി എവിടെയാ? സോറിയാണ്, കല്യാണിയെ കണ്ടുപിടിക്കുകയാണ് ഉദ്ദേശമെങ്കിൽ ഇവിടെ നിന്നിങ്ങനെ സമയം കളയേണ്ട കാര്യമില്ല. ബെറ്റർ മറ്റെവിടെയെങ്കിലും പോയി തിരക്കുന്നതായിരിക്കും. കല്യാണി ഉള്ള സ്ഥലം വിട്ട് മറ്റുള്ള സ്ഥലത്ത് തേടി ഇറങ്ങാൻ എനിക്ക് ബുദ്ധിപരമൊന്നും സംഭവിച്ചിട്ടില്ല.
എനിക്കറിയാം അവൾ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ. ഭഗവാനെ, വിഘ്നേശ്വര, സിദ്ധിവിനായക, നിനക്കേ അറിയാവൂ ഈ ലോകത്ത് എവിടെ എന്ത് സംഭവിക്കുന്നു എന്ന്. നീ വിചാരിച്ചാലേ അതിനുള്ള പരിഹാരവും ഉണ്ടാവും. ഈ കുടുംബത്തോട് ഒരുപാട് കൂറുള്ള ഒരു പാവം പെണ്ണ കല്യാണി. അവളെ കാണാനില്ല. അവളിപ്പോ എവിടെയാണെന്ന് നിനക്കേ അറിയാവൂ. ഇളയച്ചൻ തൃച്ചംബരത്തൊരു അപമൃത്യു ഉണ്ടാവുമെന്ന് പ്രവചിച്ചിട്ടാ മടങ്ങിയത്. പ്രാർത്ഥന മാത്രമാണൊരു പരിഹാരമെന്നും പറഞ്ഞു ഞാനിപ്പോ നിന്റെ മുന്നിൽ ഹൃദയം നൊന്ന് പ്രാർത്ഥിക്കുക. ആനന്ദിന്റെ കാർ പുറകിലുണ്ടോ? ഏയ് ഇല്ല മേഡം. സൂക്ഷിക്കണം, ആനന്ദ് പിന്നാലെ ഉണ്ടാകും. ഏതായാലും ആനന്ദ് തിരയാത്തൊരു വഴി ഞാൻ പറയാം. ശ്രദ്ധിച്ചു കേട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ശരി മേഡം. ചുവടൊന്ന് പിഴച്ചാൽ കാലന്റെ കയറാവും കഴുത്തിൽ. ആ, എവിടെ എത്തി നിങ്ങള്? അകത്ത് ടാങ്കിനടുത്ത് വന്നു മേഡം. വളരെ ശ്രദ്ധിച്ചു വേണം. ഏതായാലും ആ ഭാഗത്തെ ക്യാമറ വർക്കിംഗ് അല്ല. അവള് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ? പ്രശ്നമാണ് മേഡം. ഞങ്ങൾ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ടാങ്കിൽ അല്പം വെള്ളം മാത്രമേ ഉള്ളൂ. കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ മുന്നിൽ ഒരു ടാപ്പ് ഉണ്ട്. അതാദ്യം തുറക്കണം. അപ്പൊ വെള്ളം പൊയ്ക്കോളും. ഒപ്പം അവളെ അകത്ത് തള്ളിയിട്ടേക്ക്. വീഴ്ചയിലോ അല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞോ അവളുടെ ബോധം പൊയ്ക്കോളും. ടാങ്കിന്റെ മൂടി മുഴുവൻ അടയ്ക്കണ്ട. ശ്വാസം കിട്ടാതെയല്ല, വെള്ളം കുടിച്ചു വേണം അവള് മരിക്കാൻ. ശരി മേഡം, അങ്ങനെ ചെയ്യാം. മൂടിയെടുക്ക. അവളെ വെറുതെ വിട് പ്ലീസ്. സോറി. ഈ പ്രിയങ്ക വർമ്മയുടെ കയ്യിൽ വിലങ്ങ് വെച്ച് ജയിലിലേക്ക് അയച്ചത് ഓർമ്മയില്ലേ നിനക്ക്? ഇത് അതേ നാണയത്തിൽ ഒരു തിരിച്ചടിയാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കും, ഈ പ്രിയങ്ക വർമ്മയുടെ ശരീരത്തിൽ ഓടുന്നത് ക്ഷത്രിയ രക്തമാണെന്ന്. തൃച്ചംബരത്തുകാരെ കുടുംബത്തോടെ കൈവിലങ്ങ് അണിയിച്ച് ജയിലിലേക്ക് അയക്കാനാ ആ അടുക്കളക്കാരിയായ കല്യാണിയെ ഞാൻ തട്ടിക്കൊണ്ടുവന്നത്.